നമ്മൾ ഇത് വെച്ചിട്ട് ഇത് എല്ലാവർക്കും അറിയുണ്ടാവും ഇരുമ്പമ്പുളി ഓർക്കാപ്പുളി എന്നൊക്കെ പറയുന്ന പുളിയാണ്. അപ്പോൾ അത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ കാണാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അതിക്ക് കുറച്ച് കാന്താരി നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ചതാണ്. അപ്പോൾ ഈ കാന്താരി ഉപ്പും ഉണക്കമീനും കൂടിയിട്ടുണ്ട് അത് അരക്കണത് കാണിച്ചു തരാം കേട്ടോ. ചൂടാക്കി എടുക്കണത് നന്നായിട്ട് ചൂടായിട്ട് ഇതിലെ വെള്ളമൊക്കെ ഇതൊന്ന് വാടണം കേട്ടോ. ആ സമയത്താണ് നമ്മളത് അരക്കുന്നത്. മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ മീൻ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് തീരെ ക്ഷമല്ല, അതുകൊണ്ട് ഞാൻ വെള്ളം വലിയതിൻ്റെ മുന്നേ തന്നെ എണ്ണ വെച്ചു കേട്ടോ. അപ്പം ഇനി നമ്മൾ മീനിലൊന്നും തേക്കണമൊന്നുമില്ല, ഉപ്പും മുളകൊന്നും ഇടുന്നില്ല. ഇതേപോലെ മീൻ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇത് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് അതിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ. രണ്ട് വിധത്തിലാണ് ഞാൻ ആ ചമ്മന്തിയൊക്കെ കാണിച്ചു തരുന്നത്. ഞാൻ നാളികേരം ഇട്ടിട്ടും അരക്കുന്നുണ്ട്. അപ്പം നമ്മൾ അമ്മിക്കല്ലിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചമ്മന്തി അരക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് ചുട്ട ഓർക്കാപ്പുളി അരച്ചെടുക്കുക. ഉണക്കമീൻ ഫ്രൈ ആക്കിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതും കൂടി അരച്ചെടുക്കുക. നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആക്കും കേട്ടോ. അതേപോലെയാണ് ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുള്ളത്. ഉണ്ടല്ലോ, നമ്മൾ ഇതൊക്കെ വടിച്ചെടുത്ത് വേണ്ടല്ലോ ഇതേപോലെ ലൂസായിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാകുക.